അർജുന്റെ പുതിയ അസൈൻമെന്റ്. മാഡം ഇത് എന്താ പരിചയമുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ ആസ് ഏർലി ആസ് പോസിബിൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ? ഒരു സ്കൂൾ ടീച്ചറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത് ആരായിരിക്കും? ഇൻഷുറൻസ്? അർജുൻ അത് അന്വേഷിക്കേണ്ട കാര്യമല്ല. ദാറ്റ്സ് കമ്പനീസ് റൂൾ. ഓക്കെ മാം. ആൻഡ്രിയ. ഹലോ, CID അർജുൻ റാം. വണക്കം. ARMന് പാട്ട് കേൾപ്പിക്കാൻ പോയിട്ട് എന്തായി? എന്താവൻ സെക്യൂരിറ്റി കയറ്റി വിടണ്ടേ? പിന്നെ ലാലേട്ട മനസ്സിൽ ധ്യാനിച്ച് ഐസ് ക്യൂബ് ഇടാതെ ദർബാർ ഡയറക്ടറിൽ പാട്ടങ്ങോട്ട് പാടി. അയാൾ മലയാളം മറന്നില്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കും. അതേത് പാട്ടാ? ഭരണിപ്പാട്ട്. ഒന്നും നടന്നില്ലെങ്കിൽ സന്തോഷേറിനെ കാണും. അയാളെങ്കിൽ എന്റെ കഴിവ് മനസ്സിലാക്കും. ആരെ കാണുന്നു? സന്തോഷ് പണ്ഡിറ്റിന്. അല്ല പിന്നെ ഇതേതാ മുതല്? എന്റെ അടുത്ത ടാർഗറ്റാണ്. കമ്പനി എന്നാ? അതെ. ഇമ്മാതിരി സാധനമൊക്കെ കമ്പനി തരികെങ്കിൽ നാളെ മുതൽ ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ചേരും. ഇവളാണ് എന്റെ തലക്കടിച്ചത്. അപ്പൊ ഒലക്കലാണ് തലക്കടിച്ചത്. ഒലക്കൊണ്ടാണല്ലോ തലക്കടിച്ച്. അപ്പൊ കമ്പനി എനിക്ക് അറിഞ്ഞൊരു പണി തന്നാണ് മോനെ. പപ്പേരനാണോ? ഉമ്മ കിട്ടിയോ ആവോ? അന്റെ ഒരു ഫോട്ടോ കിട്ടാം. ഇത് എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ടെടുത്താ മതി. അവള് ചാടാന്ന് പറഞ്ഞു. എന്നോട് ശരിക്കുള്ള ഫോട്ടോ അയക്കാൻ പറഞ്ഞു. ഞാനിട്ടിരിക്കുന്നത് റോസാപ്പൂ അല്ലേ? നിന്റെ ഫോട്ടോ കണ്ട അവള് ചാടും. എന്റെ ഫോട്ടോ ഒന്നും ഇടാൻ പറ്റില്ല. നിങ്ങളെ ഭാര്യയില്ല, ആണുങ്ങളെ നിഴല് കണ്ടാ ചാടിക്കോളൂ. എന്നാൽ ഇവന്റെ ഒരു ഫോട്ടോ താ. ഇവനെ കണ്ട ഏത് പെണ്ണും വീഴും. ഒന്നിച്ചിരിക്കണം മോനെ. സൈബർ ക്രൈമാ, അകത്തു പോവും. എന്നാ വേണ്ട, ആ പട്ടാളക്കാരൻ പുരുഷന്റെ പടം കയ്യിലുണ്ട്. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അയാളിപ്പോ നാട്ടിൽ വരില്ല. പപ്പേട്ട നിങ്ങൾ മിലിറ്ററി ജയിലിൽ കണ്ടിട്ടുണ്ടോ? അവിടെ ഗോതമ്പുണ്ടിയല്ല, ബോംബാണ് ബോംബ്. എന്റെ ഭാര്യ അത്ര മോശമൊന്നുമല്ല, അതിലും വലിയ ബോംബാ. അയാളൊരു കാര്യം പപ്പേട്ടാ, വേണ്ടാത്ത പണിക്ക് മെനക്കാറുണ്ട് കേട്ടോ. അവളെ ചാടിക്കണടാ. നാട് റോഡ് കൊണ്ടുവന്ന് നാലെണ്ണം പറയണം. ഞാൻ അയക്കും. ആൻഡ്രിയ ചേച്ചി വന്നേ. പറഞ്ഞതൊക്കെ ഞാൻ ബിഷപ്പ് ഹൗസിൽ അറിയിക്കാം. ഏതായി കുട്ടി? ആൻഡ്രിയ. ഇവിടെ വളർന്ന കുട്ടിയവള്. 2.5 മാസം പ്രായമുള്ളപ്പോ മാർക്കറ്റിലെ കടത്തിന്ന് കിട്ടിയതാ അവളെ. പാവം. നമ്മുടെ സ്കൂളിൽ തന്നെയാ പഠിപ്പിക്കുന്നേ. കിട്ടുന്നത് മുഴുവൻ അവളെ കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കും. അവർക്കില്ലാത്ത സ്വപ്നങ്ങൾ എനിക്കും വേണ്ടെന്ന് അവൾ പറയുന്നേ. മാസത്തിലാണ് ആരും അവളെ വലിച്ചെറിഞ്ഞത്. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ കുട്ടികൾക്ക് അവളോടുള്ള സ്നേഹം കാണണം. അവർക്ക് വേണ്ടി അവൾ ജീവിക്കുന്നത്. സത്യം പറയൂ, അനക്കോളോട് പ്രേമ? അവളെന്റെ സബ്ജക്റ്റ് അല്ലേ? ഓഹോ, ഇതിന്റെ ഇടയിൽ കൂടി അതും നടക്കണ്ടല്ലേ? പറയടോ. അങ്ങനെയല്ലടാ. എങ്ങനെയല്ലാന്ന്? ഞങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന പേരാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റുമായിട്ട് യാതൊരുവിധ റിലേഷൻഷിപ്പും പാടില്ല. അതാണ് കമ്പനി റൂൾ. നല്ല കമ്പനി. ഞങ്ങളെ നാട്ടിലൊരു നാനോട്ടുണ്ടായിരുന്നു. ആണുങ്ങളെ പെണ്ണുങ്ങളെ വഴിയാതെ നടത്തല മൂപ്പരെ പണി. മൂപ്പർക്ക് ഓഫീസും ഇല്ല, ബോസും ഇല്ല. പക്ഷെ മാമാ നാനോട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. മാമയാണെന്നല്ല ഞാൻ പറഞ്ഞു. നാളെ മുതൽ അവളെ ഫോളോ ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. പ്രേമാണെങ്കിൽ അത് പറയും മോനെ. എടാ ഇല്ലാന്ന് പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ജോലിയാണ് പ്രധാനം. അപ്പം ആ സബ്ജക്റ്റിനോട് എനിക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക്
ഞാനൊന്ന് പഠിക്കട്ടെ, പരീക്ഷ എഴുതി പാസ്സാവാം. എടാ കള്ള, എന്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ നമ്പർ ഇട്ടല്ല മോനെ. എനക്കോളെ അത്രയ്ക്ക് ഇഷ്ട. ഇന്ന് അപ്പൻ്റെ വിടാതെ ഫോളോ ചെയ്യും. ഓക്കെ. ഇത്ര എളുപ്പമല്ല ഈ സി ഡി പണി. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്. എവിടെ പോയി കാണില്ലല്ലോ. ഇതെങ്ങോട്ട് പോയി? ഉള്ള പർച്ചേസിന് പോയി കാണോ? എന്താ എന്താ സുഖം അല്ലേ നിങ്ങൾക്കോ? താൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ CID-നെയും ഈ അസിസ്റ്റന്റിനെയും ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അസിസ്റ്റന്റോ? സേതുറാമയ്യ കുട്ടിയാണ് അവന്റെ തലക്കടിച്ച്. അതെ. കുറ്റം സമ്മതിച്ചോണ്ട് ഞാൻ കാര്യം തുറന്നു പറയാം. ആ അടിവനെ തലക്കി പിടിച്ച് തലക്ക് ഭ്രാന്തായി. ഇന്നലെ രാത്രി കിടത്തി ഉറക്കിയില്ല. എനിക്കിപ്പോൾ ആൻഡ്രിയെ കാണണം, ഐ ലവ് യു അങ്ങനെ എന്തോ 2 വാക്ക് പറയണമെന്നൊക്കെ പറഞ്ഞോ. ഇപ്പോഴാ ഓർത്ത് ഒരു ലവ് സോങ് കമ്പോസ് ചെയ്യാൻ സമയം. ഓക്കെ ശരി. ഹലോ, ഹലോ, ഒന്ന് നിന്നേ. എന്നോട് തനിക്ക് പ്രേമാണോ? അയ്യോ, അത് വെറുതെ പറഞ്ഞതാ. അപ്പൊ പ്രേമ ഇല്ലേ? അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അപ്പൊ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അവൻ പറയുന്ന പോലെയല്ല. ഇത്ര ധൈര്യമില്ലാത്ത താൻ എന്തിനാടോ CID ആയിട്ട് നടക്കുന്നേ? തന്നെ ഞാൻ അന്നേ തലക്കടിച്ച് കൊല്ലണമായിരുന്നു. എന്താ സാർ? ഒരു വലിയ ഓർഡറാ. പാർട്ടി ഇപ്പൊ തന്നെ മീറ്റ് ചെയ്യണം.